നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് കേക്ക് ബീഫ് കറിയാണ്. അപ്പോൾ വീഡിയോ നോക്കിയല്ലോ. പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായി ഉടഞ്ഞ് മിക്സായിട്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഏകദേശം ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മൂന്ന് സ്പൂൺ മീറ്റ് മസാല, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം. എന്നാലേ നമ്മുടെ ബീഫ് കറിയിൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനുശേഷം ഒരു കുക്കർ എടുക്കുക.
ആ കുക്കറിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ കൂട്ടും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മതി, കൂടുതൽ വെള്ളം വേണ്ട, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ നമുക്ക് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ. തുറന്നു നോക്കിയപ്പോൾ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. കറിയൊക്കെ കറക്റ്റാണ്. കറി പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി വറ്റിച്ചെടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റാണ്. ലാസ്റ്റ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനാണ്. സെർവിങ് ബോളിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you.